ക്രിസ്തുയേശുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. TPM കുറിച്ച് പല വീഡിയോസ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തു വരികയാണ്. ഒരുപാട് പ്രതികരണങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചില കമന്റുകളും വായിക്കുവാനിടയായി. മൊത്തം കമന്റ് ഒന്നും വായിക്കാനുള്ള സമയം കിട്ടിയില്ല. എങ്കിലും അത്യാവശ്യം 1-2 കമന്റ്സ് ഒക്കെ നോക്കാൻ കഴിഞ്ഞു. ഞാൻ ചില കമന്റിന് മറുപടി പറയാം എന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രവുമല്ല, ചിലപ്പോൾ ഞാൻ TPM കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയേണ്ടി വരുമോ എന്ന ഒരാശങ്കയും ഉണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ TPM നല്ല ഉപദേശത്തിൽ നിലനിൽക്കുന്ന സഭയാണ് എന്നും കുറച്ച് ദുരുപദേശങ്ങൾ മാത്രമാണ് അതിനകത്തുള്ളത് എന്നും പറഞ്ഞ് ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസത്തിൽ എന്നെ ചിലർ കോൺടാക്ട് ചെയ്തിട്ട് എന്നെക്കാൾ അധിക വർഷം TPM നിന്നതും അതിനകത്തുള്ള ഉപദേശത്തിലെ പരുവക്കേടുകളെ കുറിച്ച് എന്നോട് അവർ സംസാരിക്കുകയും യഹോവ സാക്ഷിയും യേശുവിൻ നാമവും ശാബത്ത് മിഷനും പോലെ തന്നെയാണ് TPM എന്ന് അവരാധികാരികമായി സംസാരിക്കുകയും ചെയ്തു. മാത്രമല്ല, അതിന്റെ പുസ്തകങ്ങളും ബാക്കി അവർക്ക് നടത്തിയിരിക്കുന്ന പഠനങ്ങളും ഞാനുമായി ഷെയർ ചെയ്യാമെന്നും സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അവരുമായി സംസാരിച്ച് അവകളെക്കുറിച്ചുള്ള വിശകലനങ്ങളും നമ്മൾ വരും ദിവസങ്ങളിൽ നടത്തുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റു പലരും TPM ആണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിച്ചവരും ഉണ്ട്. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇപ്പൊ നിലവിലുള്ളൊരു പ്രതിസന്ധി, TPM കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവർ, നന്മയായാലും തിന്മയായാലും അറിയുന്നവർ, അത് പറയാൻ അവർക്കൊരു വേദിയില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതിന് ഞാൻ എൻ്റെ യൂട്യൂബ് നിങ്ങൾക്ക് വേണ്ടി സൗകര്യപ്പെടുത്തി തരാം. നിങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായി നിങ്ങൾക്ക് പറയാം. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഉപദേശ വിഷയങ്ങൾ മാത്രമേ സംസാരിക്കാവൂ. എന്ന് പറഞ്ഞാൽ, വിവാഹം കഴിക്കാത്ത പുരുഷന്മാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉണ്ടാകുന്നതായ ചില വിഷയങ്ങളെക്കുറിച്ചും, വിവാഹം കഴിക്കാത്ത സഹോദരിമാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില വിഷയങ്ങളെക്കുറിച്ചും, വിവാഹം കഴിക്കാത്ത പുരുഷനും സ്ത്രീയും ഒരുമിച്ച് താമസിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ അതിനകത്ത് നിന്ന് പുറത്തു വന്നവർ തന്നെ, സുവിശേഷ വേലക്കാരായിരുന്ന പുറത്തു വന്നവർ തന്നെ സംസാരിച്ചു. അവകളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് ആവശ്യം ഉപദേശ വിഷയത്തിലെ വിഷയങ്ങളാണ്. അവരുടെ ജീവിതത്തിലെ പരുവക്കേടുകൾ അവരുടെ വ്യക്തിഗതമാണ്. അത് നമുക്ക് സഭയുടെ ഉപദേശമല്ലായകയാൽ അതിനെ നമുക്ക് മുഖവിലേക്ക് എടുക്കുവാനോ അതിനെ ഇതിൽ ഉൾപ്പെടുത്താനോ സാധ്യമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള മോറൽ സൈഡ് ഒന്നും നമ്മൾ സംസാരത്തിന് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഡോക്ട്രിനൽ സൈഡ് മാത്രമേ എടുക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദയവായി അത്തരത്തിൽ സഹകരിക്കുവാൻ താല്പര്യമുള്ള TPM സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒന്നുകിൽ നിങ്ങൾക്ക് വീഡിയോ റെഡിയാക്കിയിട്ട് എനിക്ക് അയച്ചു തരാം, ഞാൻ എൻ്റെ യൂട്യൂബിൽ ഷെയർ ചെയ്തോളാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കണമെങ്കിൽ അത് സംസാരിച്ച് നമുക്ക് ഓഡിയോ ആയിട്ട് യൂട്യൂബിൽ ഷെയർ ചെയ്യാം. അതുപോലെ അതിനെ എതിർക്കുന്നവർക്കും ഉപദേശപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. പ്രാക്ടീസസ് അല്ല, ഡോഗ്മാസ് മാത്രം. കാരണം പ്രാക്ടീസ് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം എടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി നമുക്ക് മുമ്പിലേക്ക് കടക്കാം. 2 കമന്റ്സിനും കൂടി ഒരു വാക്കിൽ മറുപടി പറഞ്ഞ് മുമ്പിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് TPM എന്തുകൊണ്ട് വിവാഹം കഴിക്കാതിരിക്കുന്ന ശുശ്രൂഷകരെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന വിഷയത്തെ കുറിച്ചാണ്. അത് ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് 2 കമന്റ്സ് ഒന്ന് വായിച്ചോട്ടെ. ഒന്ന്, ബ്രദർ ജോബി, TPM ഉപദേശം എന്നൊന്നില്ല, എല്ലാം ബൈബിൾ വചനങ്ങൾ അധിഷ്ഠിതമാണ്. മുൻവിധി ഇല്ലാതെ ബൈബിൾ വായിച്ചാൽ യേശു പറഞ്ഞതും ശിഷ്യന്മാർ അപ്പോസ്തലന്മാർ ഉപദേശിച്ചതും നന്നായി വായിച്ചു പഠിക്കാൻ ശ്രമിച്ചാൽ താങ്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും സത്യം എന്താണെന്ന് മനസ്സിലാകും. ഞാൻ CPM സഭയിലെ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണ്. ഇപ്പോൾ 56 വയസ്സായി. ഈ സഭയിൽ ഒന്നും തന്നെ വചനവിരുദ്ധമായി ഇല്ല. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് TPM സഭയുടെ ഉപദേശമല്ല. പ്രത്യുത
യേശുവിന്റെയും അപ്പോസ്തലന്മാരുടെയും ഉപദേശമാണ്. ഇവിടെ വിവാഹം വിലക്കുന്നില്ല. മാന്യമായും വചനാടിസ്ഥാനത്തിലും വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്യുന്നു. ഈ സഭയിലെ സുവിശേഷ വേലക്കാർ അപ്പോസ്തലിക പ്രതിഷ്ഠയുള്ളവരും ഏറിയ പങ്കും അവിവാഹിതരും ആകുന്നു. ബൈബിൾ വചനങ്ങൾ പ്രകാരം വിവാഹം കഴിച്ചവർക്കും സുവിശേഷ വേല ചെയ്യാം. അതുപോലെ വിവാഹം കഴിക്കാതെ പ്രതിഷ്ഠിതരായും സുവിശേഷ വേല ചെയ്യുവാനും അനുവാദമുണ്ട്. ഇതെല്ലാവരും ഗ്രഹിക്കണം എന്നില്ല. ഈ സുഹൃത്തിനെ സന്തോഷ് സാമുവേൽ എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. മൂപ്പർക്ക് വയസ്സ് 56 ഉണ്ടെങ്കിലും TPM-നകത്താണ് ജനിച്ചു വളർന്നതെങ്കിലും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPM എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ TPM അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ TPM അല്ല എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് കാര്യം, CPM-ൽ വിവാഹം കഴിച്ച് സുവിശേഷ വേല ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് മറുപടി പറയാനില്ല. ഇതിന് TPM-മായി ബന്ധമില്ല. TPM ഉപദേശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപദേശമുണ്ട്. ഓരോ ഗ്രൂപ്പിനും ഓരോ ഉപദേശമുണ്ടെന്ന് പറയാൻ കാരണം അങ്ങനെ ഉപദേശങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ പിറകിലെ കാര്യം ഇവർ ഈ പുസ്തകത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നോക്കാതെയാണ് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവരുടെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിച്ച് പുതിയ ഉപദേശങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അടുത്ത മറ്റൊരാൾ പറഞ്ഞിരിക്കുകയാണ്, പാറപ്പുറത്ത് ജോർജ് എന്ന ഒരാൾ പറഞ്ഞിരിക്കുകയാണ്, വിവാഹം കഴിച്ചു എന്നല്ലാതെ തിമത്യോസിന്റെ ലേഖനത്തിൽ പറയുന്നതായ മറ്റെന്ത് ഗുണങ്ങളാണ് താങ്കൾ ഉൾപ്പെടെയുള്ള പാസ്റ്റർമാർക്കുള്ളത്? ഞങ്ങൾ നന്നായിട്ട് കുടുംബത്തെ പോറ്റുന്നവരാണ്, മക്കളെ നന്നായി വളർത്തുന്നവരാണ്, എന്താണ് കുഴപ്പമെന്നുള്ളത് പിന്നെ പറഞ്ഞാൽ മതി. മക്കളെ നന്നായി പരിപാലിക്കാൻ അറിയാമെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ കുട്ടികൾക്ക് എത്ര വയസ്സാകണം? കുട്ടികൾ ഇല്ലാത്തവർക്ക് അധ്യക്ഷനാകാമോ? ജിതേന്ദ്രിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് സന്യാസ ജീവിതത്തിന് തുല്യമായ ജീവിതം. അത് താങ്കൾ മനസ്സിലാക്കുന്നതിന്റെ കുഴപ്പമാണ്. TPM-കാർ ആരുടെ വിവാഹമാണ് വിലക്കിയത്? TPM-കാർ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന എല്ലാവരുടെയും വിവാഹം വിലക്കിയിട്ടുണ്ട്. വിവാഹം കഴിച്ചാൽ അവരെ പിന്നെ ശുശ്രൂഷയിൽ തുടരാൻ അനുവദിക്കുകയുമില്ല. വിവാഹം കഴിച്ചവർ ശുശ്രൂഷയിലേക്ക് ചെന്നാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന് കർത്താവ് പറഞ്ഞിട്ട് പോലും TPM-ന്റെ ഉപദേശിമാരാകയാൽ അവർ വേർപിരിച്ചു കൊണ്ടിരുത്തുന്നുണ്ട്. ഇതൊന്നും ഈ ലേഖകൻ അറിയില്ലെങ്കിൽ ആദ്യം പോയി പഠിച്ചിട്ട് വരണം. രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന പാസ്റ്റർ തനിക്കൊരു പനി വന്നാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകുന്നത് വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ? അങ്ങനെ രോഗശാന്തി നടത്താൻ ബൈബിളിൽ പറയുന്നില്ല. ലോകത്തെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കാനാണ് പറയുന്നത്. എല്ലായിടത്തും പോയി രോഗശാന്തി നടത്താൻ പറയുന്നില്ല. അതുകൊണ്ട് ആ പരിപാടികൾ ചുമന്ന് നടക്കേണ്ടെന്നേ ആവശ്യമില്ല. ഇനി ലൂക്കോസിൽ പറയുന്ന നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ എന്ന കാര്യം ഇവിടെ പറയേണ്ട. കാരണം അത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ സംസാരിക്കുന്ന കാര്യമാണ്. അത് സഭയുടെ ഉപദേശമല്ല. പുതിയ തലമുറ എല്ലാ സഭയിലും താങ്കൾ വിവരിച്ചതുപോലെ തന്നെയാണ്. TPM മാത്രമല്ല. എത്ര വചനം അറിഞ്ഞിട്ട് എന്ത് കാര്യം? പെന്തക്കോസുകാരുടെ തമ്മിലടിയും സോഷ്യൽ മീഡിയയിലുള്ള പിഴപ്പലക്കം കാരണം ദൈവനാമം മറ്റുള്ളവരുടെ ഇടയിൽ എത്രമാത്രം ദുഷിക്കപ്പെടുന്നു എന്നുള്ള വിവരം എല്ലാവരും ഓർത്താൽ നന്ന്. ചുമ്മാ ഇതൊന്നും പറഞ്ഞ് ഒളിക്കാൻ ശ്രമിക്കേണ്ട. സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കാണട്ടെ, എന്താ കുഴപ്പം? ആൾക്കാരറിയട്ടെ സത്യം ഏതാണെന്നും തിന്മ ഏതാണെന്നും പൊതു ചർച്ച ചെയ്ത് നമുക്ക് എടുക്കുന്നതിൽ ബേജാറാവുന്ന കാര്യം എന്തുവാ? തെറ്റ് തെറ്റാണെന്ന് പറയാൻ പേടിക്കുന്ന എന്തിനാണ്? അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കിടന്ന് നമ്മൾ ടെൻഷൻ പിടിക്കേണ്ട യാതൊരു കാര്യമില്ല. സത്യാവസ്ഥ പൊതുവിൽ നമുക്ക് ചർച്ച ചെയ്യുന്നതാണ് നല്ലത്. കൂടിയ ഉപദേശമാണ് TPM-ന്റെ എങ്കിൽ പൊതുവിൽ ചർച്ച ചെയ്യൂ. ആൾക്കാരത് ചോദ്യം ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്കത് മറുപടി പറയാമല്ലോ. അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കുവാൻ കഴിയുന്ന പക്ഷം ആ ഉപദേശം എല്ലാവരും സ്വീകരിക്കേണ്ടതല്ലേ? എല്ലാവരും സ്വീകരിക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ശുശ്രൂഷകന്മാർ വിവാഹം കഴിക്കാൻ പാടില്ല എന്നതിന് സഭയിലെ വിശ്വാസികൾ പറഞ്ഞു നടക്കുന്ന പ്രധാനപ്പെട്ട 1-2 വാക്യമുണ്ട്. അതിലൊന്ന് പൗലോസ് പറയുന്നു, നിങ്ങൾ എന്നെ പോലെ ഇരുന്നാൽ നല്ലത്. അപ്പൊ പൗലോസ് ഉപദേശി കല്യാണം കഴിച്ചിട്ടില്ല എന്നും എല്ലാവരും മൂപ്പരെ പോലെ ഇരിക്കണം എന്ന് മൂപ്പർ പറഞ്ഞു എന്നുമാണ് പൊതുവിലുള്ള ന്യായം. പത്രോസിന്റെ കാര്യത്തിൽ ആരും അത് പറയുന്നില്ല. രണ്ടാമത്തെ ന്യായം, യേശുക്രിസ്തു പറഞ്ഞു, എന്റെ പിന്നാൽ ഒരുവൻ വരുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സ്വന്തം ജീവനെയും പകച്ചിട്ട് വേണം വരാൻ. ഈ 2 വാക്യങ്ങളുടെയും അർത്ഥം തിരിച്ചറിയാതെയാണ് ഈ വ്യാഖ്യാനം നടത്തുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പരമമായ യാഥാർത്ഥ്യം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പൗലോസ് ലേഖൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോഴാണ് ഇവരെ ഉദ്ധരിക്കുന്ന വാക്യം പറഞ്ഞിരിക്കുന്നത്. ആദ്യം ലേഖനത്തിന്റെ കോണ്ടെക്സ്റ്റ് പഠിക്കണം. വ്യാപകമായ കോണ്ടെക്സ്റ്റ് നമുക്ക് ആവശ്യമില്ല. ഒരു ബ്രീഫ് പറഞ്ഞാൽ
പൗലോസ് സ്ഥാപിച്ച സഭയിലെ നാളുകൾ ചിലത് കഴിയുമ്പോൾ ആത്മീകമായി അവർ വല്ലാതെ വളർന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി അവർ വല്ലാതെ വളർന്നു. അതുപോലെ തന്നെ അവർ ജഡീകതയിലും ഒരുപോലെ വളർന്നു. അത് പൗലോസ് ആദ്യ അധ്യായങ്ങളിൽ വളരെ സ്ട്രോങ് ആയി വിമർശിക്കുന്നുണ്ട്. നിങ്ങളോട് എനിക്ക് ആത്മീകരോട് എന്ന പോലെ സംസാരിക്കാൻ ഒക്കില്ല. നിങ്ങൾ ജഡീകരാണ്, നിങ്ങൾ വെറും സാധാരണക്കാരാണ്, നിങ്ങൾ പക്ഷം പിടിക്കുന്നവരാണ്, നിങ്ങൾ ലൗകികരാണ്, നിങ്ങൾ ദുർനടപ്പുകാരാണ്. ആത്മീകതയിൽ അവർക്ക് മുൻതൂക്കമുള്ളപ്പോൾ തന്നെ, കൃപാവരങ്ങളിൽ ഒന്നിനും കുറവില്ലാതിരിക്കുമ്പോൾ തന്നെ, പാപത്തിനും അവർ ഒന്നിലും കുറവില്ലാതെ അവരുടെ മികവ് തെളിയിച്ചു. 1-ാം ലേഖനം 5-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു, ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വച്ചുകൊള്ളുന്നു പോൽ. കണ്ടോ? അപ്പൊ ശരിക്കും എല്ലാ കൃപാവരത്തിലും കുറവില്ലാതെ വളർന്നു നിൽക്കുന്ന സഭയ്ക്കകത്ത് ഭീകരമാകുന്ന പ്രശ്നം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പനും മകനും ഒരു ഭാര്യ. അപ്പോൾ എവിടെ നിൽക്കുന്നു നോക്കിയേ. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കോടതി വ്യവഹാരങ്ങളെ കുറിച്ച് ആദ്യം സംസാരിച്ചിട്ട്, അന്യായം ചെയ്യുന്നവൻ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്നും, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിനെന്നും, ദുർനടപ്പുകാരൻ, വിഗ്രഹാരാധി, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവരാരും സ്വർഗരാജ്യത്തിൽ പോവുകയില്ല എന്നും, ദുർനടപ്പ് വിട്ട് മാറിക്കൊള്ളണമെന്നും, ദുർനടപ്പ് ചെയ്യുന്നവൻ വേശ്യയോട് ചേരുന്നവൻ അവളുമായി ഏക ശരീരത്തിലാകുന്നു എന്നും ഒക്കെ പറഞ്ഞ് അവിടെ നടക്കുന്ന ലൈംഗിക മൂല്യച്യുതികളെ ശരിക്ക് കൃത്യമായി, അവിടെ നടക്കുന്ന അധാർമികതകളെ ശരിക്ക് കൃത്യമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പൗലോസ് 7-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ, ഈ അധ്യായമൊക്കെ പിന്നീടാ തിരിക്കുന്നത്, ആ വിശദീകരണം മുമ്പിലേക്ക് പോകുമ്പോൾ മൂപ്പര് പറയാണ്, നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ. അപ്പൊ വളരെ ശ്രദ്ധിക്കണം. പൗലോസ് ആ സഭയ്ക്കകത്ത് നടക്കുന്ന ദുർനടപ്പുകൾക്കാണ് മറുപടി കൊടുക്കുന്നത്. മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരോടല്ല പറയുന്നത്. മൂപ്പര് പറയുക, സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത്, ഇതുകൊണ്ടാണ് വിവാഹം കഴിക്കാതിരിക്കുന്നത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വാക്യം അങ്ങനെ ആസിറ്റീസ് ആണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ആന്റിമാരുടെ കാര്യം എന്തോ? ഇത് പുരുഷന്മാരോട് പറയുന്നല്ലേ സ്ത്രീയെ തൊടാതിരിക്കുന്നത് നല്ലതെന്ന്. പുരുഷന്മാരെ തൊടാതിരിക്കുന്നത് നല്ലതെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ആന്റിമാരുടെയും മദർമാരുടെയും കാര്യം എന്തോ ആവും? കാരണം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഈ വാക്യം എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കി അതിന്റെ ടെക്സ്റ്റും കോണ്ടെക്സ്റ്റും അറിഞ്ഞു വേണം വ്യാഖ്യാനിക്കാൻ. സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലതെന്ന് പറയുന്നത് ദുർനടപ്പിൽ അടിവതറി നിൽക്കുന്ന കൊരിന്ത്യ സഭയിൽ പൗലോസിന്റെ അഭിപ്രായം പറയുകയാണ്. സ്ത്രീയെ തൊടാതിരിക്കുന്നത് നല്ലത് എന്ന് ഒരു ജനറലായ കാര്യമല്ല പറയുന്നത്, ഒരു പർട്ടിക്കുലറായ എക്സ്പ്ലനേഷനാണ് കൊടുക്കുന്നത്. ജനറലായി അയാൾക്ക് പറയാൻ പറ്റില്ല. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദമിനെ സൃഷ്ടിച്ചു കഴിയുമ്പോൾ അവൻ ഏകനായിരിക്കുന്നതും നന്നല്ലെന്ന് കണ്ട ദൈവമാണ്. അപ്പൊ പിന്നെ അവന് തക്കതുണ ഉണ്ടാക്കി കൊടുത്തത് ശരിയായില്ലെന്ന് പൗലോസ് പറഞ്ഞാൽ അത് കോൺട്രഡിക്ഷനായി മാറും. ഇനി എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് മര്യാദയ്ക്ക് കാര്യം പറയാണ്, വിവാഹം എല്ലാവർക്കും മാന്യം. അല്ലെങ്കിൽ പറയുന്നേനെ 1923 വരാനിരിക്കുന്ന TPM-ലെ ശുശ്രൂഷകർക്ക് അത് ബാധകമല്ലെന്ന് പറഞ്ഞേനെ. എല്ലാവർക്കും മാന്യം. പിന്നെന്താ കത്തോലിക്കൻ കെട്ടാതിരിക്കുന്നത്? അവരും ഇതുപോലെ മാനസിക വിഭ്രാന്തി സംഭവിച്ചത് തന്നെയാണ്. ഇവരുടെ അകത്തെല്ലാം പിശാചി സെലിബസിയുടെ ആത്മാവിനെ കടത്തിയത് തന്നെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല, ജനറൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമല്ല. കൊരിന്ത് സഭയിലെ ശരിക്കും നടക്കുന്ന ധാർമ്മികതയുടെ നടുവിൽ പൗലോസ് പറയുകയാണ്, അയ്യോ ദൈവമക്കളെ, സ്ത്രീയെ തൊടാതിരിക്കുന്നതും നല്ലത്. എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. അത് അവിടുത്തെ ദുർനടപ്പിന്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. വാസ്തവത്തിൽ ദൈവം ദുർനടപ്പ് മാറ്റാൻ വേണ്ടിയിട്ടല്ല ഹവ്വയെ കൊടുക്കുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലാത്തത് കൊണ്ട് തന്നെയാണ്. പക്ഷെ പൗലോസ് ഇവിടെ പറയുമ്പോൾ പരാമർശം വേറെ വരാൻ കാരണം ദുർനടപ്പിന്റെ നടുക്ക് നിന്നാണ് പൗലോസ് അത് പറയുന്നത്. അതാ പൗലോസ് പറയുന്നത്, നിങ്ങളെ ഈ ദുർനടപ്പ് നിമിത്തം തൊടാതിരിക്കുന്നത് നല്ലതായിരുന്നു, നിങ്ങളെ നിമിത്തം
നിങ്ങൾ വിവാഹം ചെയ്യണം. അടുത്തു പറയുക, ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല, ഭർത്താവിന് അത്ര അധികാരമുള്ളത്. ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല, അവൾക്കാണ് അധികാരമുള്ളത്. അപ്പോൾ ആ അധികാരങ്ങളൊക്കെ കുറച്ച് പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കും. ഇവിടേക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്, തൽക്കാലത്തേക്ക് വേണ്ടാത്തതുകൊണ്ട് പറയുന്നില്ല. പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. അങ്ങനെയാണ് അവിടെ കല്യാണം കഴിഞ്ഞവരിയ്ക്കുന്നത്. അല്ല, ഞങ്ങളൊക്കെ ശുശ്രൂഷയ്ക്ക് പോയി ചിലപ്പോൾ 2 മാസം കഴിഞ്ഞായിരിക്കും മടങ്ങി വരിക. അപ്പോൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരാതിരിക്കേണ്ടതിന് നിങ്ങൾ ഒരു നേരത്തേക്ക് മാത്രം വേർപെട്ടിരുന്നോളൂ, അല്ലാത്തപ്പോൾ ഒരുമിച്ചിരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, അജിതേന്ദ്രിയത്വം നിമിത്തം എന്ന് പറഞ്ഞാൽ നിന്റെയൊക്കെ പരവക്കേട് നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് പെട്ടെന്ന് ചേർന്നിരുന്നോളം എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുക, ഞാനിത് കൽപ്പനയായിട്ടല്ല അനുവാദമായിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേർപെട്ടിരുന്നോളാൻ ഞാൻ കൽപ്പനയായിട്ടല്ല പറയുന്നത്, ഇതൊരു അനുവാദമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പൗലോസ് താൻ സ്ഥാപിച്ച സഭയിലെ വിശ്വാസികളോട് പറയുന്ന വളരെ എന്താ പറയാ ഗൗരവമുള്ളൊരു വിഷയമാണ്. അതിനെ ശരിക്കും നേർപ്പിച്ച് പൗലോസ് കൊടുക്കുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇതെടുത്തു വെച്ചുകൊണ്ട് കല്യാണം കഴിക്കാതിരിക്കണം എന്ന് പറയുന്നത് വിവരക്കേടാണ്, ബോധമില്ലായ്മയാണ്. 7-ാം വാക്യം വരുമ്പോൾ പറയുന്നു, സകല മനുഷ്യരും എന്നെ പോലെ ആയിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. എങ്കിലും ഒരുവൻ അങ്ങനെയും ഒരുവൻ ഇങ്ങനെയും ഒരുവൻ അങ്ങനെയും താന്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. കണ്ടോ? അപ്പൊ വിവാഹം കഴിക്കാതിരിക്കുന്നതും കൃപാവരമാണെന്നും വിവാഹം കഴിക്കുന്നതും കൃപാവരമാണെന്നാ പൗലോസ് പറയുന്നത്. അല്ലാതെ കഴിക്കാതിരിക്കുന്നത് മാത്രം വരമെന്നല്ല പറയുന്നത്. കഴിക്കാതിരിക്കുന്നതിനേക്കാൾ കൃപ കൂടുതൽ വേണം കഴിച്ച് ജീവിക്കാൻ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി കാണും എന്ന് പ്രത്യാശിക്കുന്നു. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇടണം, അപ്പൊ എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റും. മനസ്സിലായോ? എമർജൻസിയായി നിർബന്ധമായി ഞാൻ മറുപടി പറയണമെന്നുള്ളതിന് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യണം. അല്ലാത്തത് നിങ്ങൾ കമന്റിൽ ചെയ്താൽ മതി. കമന്റ് ബോക്സ് ഞാൻ മിക്കവാറും നോക്കാറില്ല, എനിക്ക് സമയം കിട്ടാറില്ല. അതുകൊണ്ട് നിർബന്ധമായി മറുപടി വേണമെന്നുള്ളതിന് നിങ്ങൾ വാട്സാപ്പ് ചെയ്യണം. അത് കഴിയുമെങ്കിൽ ടെക്സ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല, വോയിസ് ഇടുന്നതായിരിക്കും കുറച്ച് നല്ലത്. നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഏത് ടോണിലാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. ആ ടോണിൽ എനിക്ക് മറുപടി തരാനും കഴിയും. അടുത്ത് പറയാ, വിവാഹം കഴിക്കാത്തവരോടും വിധവമാരോടും അവർ എന്നെ പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാമെന്ന് ഞാൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്ത നിൽക്കുന്നവര് ഞാൻ ജീവിച്ച പോലെ നടന്നത് നല്ലതാണ്. വിധവമാരായിട്ടിരിക്കുന്നവർ പിന്നെ കല്യാണം കഴിക്കാതെ ജീവിച്ചാൽ കൊള്ളാം. പൗലോസ് അഭിപ്രായം പറയുക, ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ, അഴലുന്നതിനേക്കാൾ വിവാഹം കഴിക്കുന്നത് നല്ലത്. ഇതൊക്കെ ഭയങ്കര ഗൗരവമുള്ള കാര്യമാണ്. എന്നെ TPM-ൽ സുവിശേഷ വേലയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവർ താല്പര്യപ്പെട്ടത് 23-ാം വയസ്സിലാണ്. എന്റെ ഫ്രണ്ട്സ് ചിലരെ 18-ാം വയസ്സിൽ അവർ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെ ഒരുമിച്ച് കൂട്ടി ക്യാമ്പിന് കൊണ്ടുപോകും. മിക്കവാറും ഇതിൽ പ്രശ്നം വരുന്നത് അടയാർ ക്യാമ്പാണ്, മദ്രാസിലെ ക്യാമ്പാണ്. ആ ക്യാമ്പിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരെയും ഒരുമിച്ചിട്ട് ഒത്തിരി പിള്ളേരാണ് അവിടെ വരുന്നത്. പിന്നെ ഈ ഉപദേശിമാർക്കും അവിടുത്തെ ആന്റിമാർക്കും ഒക്കെ വലിയ എന്താ പറയാ ഗമയാണ് അവിടെ. അപ്പൊ ഇവർക്കൊക്കെ അവിടെ വലിയ പൊസിഷൻ ഉള്ളതുപോലെ ഒരു തോന്നലുണ്ടാകും. അവിടെ പോയി ചർച്ചയൊക്കെ കാണുമ്പോൾ TPM വലിയ സംഭവമാണെന്ന് തോന്നും. ഇറ്റലിയിലെ റോമിൽ പോയി കണ്ടിട്ട് വരുന്ന ഒരു പ്രതീതിയാണ് ഈ അടയാറും ഇരുമ്പലിയൂരും ഒക്കെ പോയി കണ്ടിട്ട് വരുമ്പോ. അവരൊക്കെ പോയി കാണുമ്പോൾ ഇവര് വരയ്ക്ക് ഇത് ഭയങ്കര സംഭവമാണ്. എടുത്തു ചാടാനുള്ള സാധ്യത വളരെ കൂടുതൽ. അങ്ങനെയാണ് ഏറെ പേരും എടുത്തു ചാടിയിട്ടുള്ളതും വെള്ളം കുടിച്ചിട്ടുള്ളതും. എടുത്തു ചാടി കുറെ ദിവസം കഴിയുമ്പോൾ അഴലൽ ആരംഭിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ വചനം കുറച്ചുകൂടി ഭംഗിയായിട്ട് പഠിച്ചാൽ TPM-ന്റെ മാത്രം ഒരു കുടുസു ഉപദേശമാണ് വിവാഹം കഴിക്കാതിരിക്കുന്നതെന്നും ഇതിന്റെ യാതൊരു ആവശ്യമില്ലെന്ന് തിരിച്ചറിയുന്നവർ വലിച്ചെറിഞ്ഞിട്ട് വീട്ടിൽ പോകും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാർ വീട്ടിൽ പോകുമ്പോൾ ഇവര് പറയുന്നു, അയ്യോ അയാൾ കൃപയെന്ന് പോയി. ഒരു കൃപയെന്നും പോയില്ല. 1923 പാസ്റ്റർ പോളിനാൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനത്തിലെ ഉപദേശിപ്പണി വിട്ട് നിങ്ങൾ സ്വതന്ത്രമായി എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. റോമൻ കാത്തലിക്കിൽ നിന്നും പുറത്തു വന്നാലും അത്രയേ ഉള്ളൂ. റോം കേന്ദ്രമാക്കി ആരംഭിച്ചിരിക്കുന്ന പോപ്പിന്റെ സഭയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു, വിവാഹം കഴിച്ച് മാന്യമായി ജീവിക്കുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. എത്രയോ കന്യാസ്ത്രീമാര് വന്ന് മര്യാദയ്ക്ക് കല്യാണം കഴിച്ച് സുന്ദരമായി ജീവിക്കുന്നു. എത്രയോ അച്ഛന്മാര് വന്ന് കല്യാണം കഴിച്ച് സുന്ദരമായി ജീവിക്കുന്നു. അതുകൊണ്ട് ഇതിനകത്തുനിന്നൊക്കെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതിനകത്തൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല. ആരും പിന്മാറിപ്പോയി എന്ന് ചിന്തിക്കുകയും വേണ്ട. ഇനി അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്. ഈ ചാപ്റ്റർ ശ്രദ്ധിക്കുമ്പോൾ പൗലോസ് പലപ്പോഴും ഇങ്ങനെയൊക്കെ തിരിഞ്ഞു പറഞ്ഞും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് കർത്താവ് പറയുക, ചിലത് പറയുന്നു ഇത് ഞാൻ പറയുക. എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറാൻ പാടില്ലാത്ത ചിലത് പറയുമ്പോൾ മൂപ്പര് കർത്താവ് പറഞ്ഞെന്ന് എടുത്തു പറയും. അതാ ഇവിടെ പറയുന്നത്, വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല, കർത്താവ് തന്നെ പറയുന്നത്,
ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. TPM-ൽ എത്ര പേരെയാണ് കുടുംബസ്ഥരായി ചെന്നവരെ ഒരാളെ ഒരു നാട്ടിലും മറ്റൊരാളെ മറ്റു നാട്ടിലും പിള്ളേരെ പല സ്ഥലത്തുമാക്കി പിരിച്ചു നിർത്തിയെന്നറിയാവോ? അടിമക്കച്ചവടം പോലെയാണ് ഇവർ ചെയ്യുന്നത്. ഇവകൾ തിന്മയാണ്, ഇവർ അംഗീകരിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വെറും ഈ സഭയ്ക്കകത്ത് പാസ്റ്റർ ആൽവിനും പാസ്റ്റർ രാമൻകുട്ടിയും കൂടി ചേർന്ന് ഉണ്ടാക്കി വെച്ച ഉടായിപ്പുകളാണ് ഇവകൾക്ക് തിരുവഴുത്തുമായി യാതൊരു ബന്ധവുമില്ല. കല്യാണം കഴിക്കാതെ ഇങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു ഭവനത്തിൽ താമസിക്കുക എന്നുള്ളത് എവിടത്തെ വകുപ്പാണ്? എവിടെ നിന്ന് വന്ന രീതിയാണത്? ഇവകളെ ഒന്നും ഒരുപാട് ആത്മീയവൽക്കരിച്ച് ഭയങ്കര പ്രതിഷ്ഠയായിട്ടൊന്നും പറഞ്ഞ് തള്ളിക്കൊണ്ട് നടക്കേണ്ടുന്ന കാര്യമില്ല. അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. അടുത്ത് പറയുക, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞു എങ്കിലോ വിവാഹം കൂടാതെ പാർക്കണം. അല്ലെന്ന് വരികിൽ ഭർത്താവിനോട് നിരന്നുകൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും അരുത്. എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്. കണ്ടോ, പൗലോസ് പറയാം, ഒരു സഹോദരൻ അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടെ പാർക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോടുകൂടെ പാർക്കാൻ സമ്മതിക്കുമെന്നു എങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും ഇരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരെന്ന് വരും, ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. ഇതെല്ലാം പൗലോസിന്റെ കയ്യിലെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ രക്ഷിക്കപ്പെട്ടതും ഒരാൾ രക്ഷിക്കപ്പെടാത്തതുമാണെങ്കിൽ വേർപിരിയരുത്. നിങ്ങൾ താമസിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരുമിച്ച് താമസിച്ചോളൂ. പറ്റില്ലെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയാൽ വേർപിരിഞ്ഞോളൂ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ വളരെ ശ്രദ്ധിക്കണം. രക്ഷിക്കപ്പെട്ടവർ അവിശ്വാസിയെ കല്യാണം കഴിച്ച് ഇങ്ങനൊരു പ്രശ്നമായതല്ല. രക്ഷിക്കപ്പെടാതിരുന്ന രണ്ടുപേർ, അതിലൊരാൾ രക്ഷിക്കപ്പെട്ടു, ഒരാൾ രക്ഷിക്കപ്പെടാതെ വരുന്ന ഘട്ടത്തിൽ ഒരുമിച്ച് താമസിക്കണം. രക്ഷിക്കപ്പെടാത്തയാൾ രക്ഷിക്കപ്പെട്ടയാളെ തീർത്തും കളഞ്ഞേച്ച് വിട്ടുപോകുന്നെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ വിടുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പാർത്തോണം. ഒരുമിച്ച് പാർക്കുന്നത് വഴി രക്ഷിക്കപ്പെട്ട തുണ കാരണം രക്ഷിക്കപ്പെടാത്തയാളെ രക്ഷിക്കപ്പെട്ടുകൊള്ളും എന്നുള്ളതാണ് പൗലോസിന്റെ വാദം. അല്ലാതെ രക്ഷിക്കപ്പെട്ട വ്യക്തികൾ രക്ഷിക്കപ്പെടാത്തവരെ കല്യാണം കഴിക്കാൻ അനുവാദമില്ല. പൗലോസ് അതാ പറയുന്നത്, അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്. അതിന്റെ അർത്ഥം അതാണ്. രക്ഷിക്കപ്പെട്ടവർ രക്ഷിക്കപ്പെടാത്തവരെ വിവാഹം കഴിക്കാൻ പാടില്ല. രക്ഷിക്കപ്പെടാത്ത കുടുംബക്കാരിൽ ഒരാൾ രക്ഷിക്കപ്പെടുകയും ഒരാൾ രക്ഷിക്കപ്പെടാത്തയും അവസ്ഥ നിലനിന്നാൽ നിങ്ങൾ വേർപിരിയാൻ നിൽക്കരുത്. കഴിയുന്നിടത്തോളം ഒരുമിച്ച് ജീവിച്ച് രണ്ടുപേരും രക്ഷയിലേക്ക് പോകുവാനുള്ള സംവിധാനത്തിലേക്ക് എത്തണം. തീർത്തും നിവർത്തിയില്ലാത്ത സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് മോചനമാകാം. അടുത്ത പറയാം, എന്നാൽ ഓരോരുത്തനെ കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. ഇങ്ങനെയാകുന്നു ഞാൻ സകല സഭകളിലും ആജ്ഞാപിക്കുന്നത്. അപ്പൊ വളരെ ശ്രദ്ധിക്കുക. ഇപ്പൊ കല്യാണം ഇവിടെ പല കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ. ഒന്ന്, വിവാഹം കഴിക്കാതിരുന്നാൽ കുഴപ്പമില്ല, അഴലരുത്, വിവാഹം കഴിക്കണം അല്ലെ. ഇതുകൊണ്ട് ഗൗരവമുള്ള കാര്യമാണ്. TPM-ലും കാത്തലിക്കിലും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അഴന്നാലും അവിടെ ഇരുന്ന് അഴലാനേ പറ്റുള്ളൂ, വേറൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല അല്ലെ. അപ്പൊ അഴലുണ്ടായാൽ സ്വയംഭോഗം അടക്കമുള്ള ഏത് ചെയ്താലും സ്വയംഭോഗികൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. വ്യഭിചാരത്തിന് തത്തുല്യമായത് മാറും. ഇനി വിവാഹം കഴിക്കാത്തവർ ഒരുമിച്ച് പാർക്കുമ്പോൾ ഇപ്പോൾ പല റിപ്പോർട്ടുകളും വരുന്നത് പോലെ ഹോമോസെക്സ്വൽ ആയിട്ടോ ലെസ്ബിയൻ ആയിട്ടോ പോലും നീങ്ങിയാൽ അത് അതിനേക്കാളും വലിയ അപകടമാകും. അപ്പോൾ ആകെ ചെയ്യാൻ കഴിയുന്നത്, അഴലൽ ആരംഭിച്ചു എങ്കിൽ ആ പരിപാടി അവസാനിപ്പിച്ചൊരു വിവാഹം കഴിച്ച് മാന്യമായി ജീവിക്കുന്നതാണ് ബുദ്ധി എന്ന് പറയുന്നത്. കാര്യം ഗ്രഹിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഗ്രഹിക്കുന്നില്ലെങ്കിൽ തലവര എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. പിന്നെയും പൗലോസ് താഴേക്ക് വരുമ്പോൾ ചില വിവാഹം കഴിക്കാത്തത് കൊണ്ടാണോ അറിയില്ലാത്ത ചില കാര്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. അതിലൊന്ന്, വിവാഹം കഴിച്ചവർ ഭാര്യ എങ്ങനെ പ്രസാദിപ്പിക്കണം എന്ന് പറഞ്ഞ് ലോകത്തുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കും. വിവാഹം കഴിക്കാത്തവര് കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കണം എന്ന് വെച്ച് പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ഒരു കുഴപ്പമില്ല. ഞങ്ങളൊക്കെ വിവാഹം കഴിച്ചവരാണ്. എപ്പോഴും ഭാര്യ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നൊന്നുമില്ല. ഇനി ഭാര്യമാരില്ലാത്തവര് കർത്താവിനെ എപ്പോഴും പ്രസാദിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്? അല്ല. എന്ത് പണിയാണ് അവിടെ ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഉള്ള പരിപാടികളല്ലാതെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്ത് വേലയാണ് ചെയ്യുന്നത്? ആ വേല ഒന്ന് പറയൂ, കേൾക്കട്ടെ. സുവിശേഷ വേലക്കാരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ വരൂ, കേൾക്കട്ടെ. അല്ല, അവര് ചെയ്യുന്ന വേലയെക്കുറിച്ച് കൃത്യമായി അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വരൂ, നമുക്കൊന്ന് കേൾക്കാം, നമുക്ക് തമ്മിലൊന്ന് വാദിക്കാം.
വിവാഹം കഴിച്ചവര് ചെയ്യുന്നതിന്റെ 50% പോലും വിവാഹം കഴിക്കാത്ത ഇവര് ചെയ്യുന്നില്ല. 100% ഉറപ്പ്. അതിൽ യാതൊരു സംശയവും വേണ്ട. വിവാഹം കഴിച്ചവരായ ഞങ്ങൾ ഭാര്യയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നടക്കുന്നില്ല. അത് വിവാഹിതരോട് ചോദിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ. ഇല്ലാത്തവരോട് ചോദിച്ചാൽ അത് മനസ്സിലാവില്ലല്ലോ. വിവാഹം കഴിക്കാത്തവരുടെ അഴലല് തുടങ്ങിയാൽ ആ അഴലലിന് പിന്നെ ഒരു അവസാനം ഉണ്ടാവില്ല. വിവാഹം കഴിച്ചവർക്ക് അഴലല് തോന്നിയാൽ അതിനൊരു പരിഹാരം വരുത്തുവാനുള്ള സൗകര്യം കുടുംബജീവിതത്തിനകത്തുണ്ട്. അത് 90 വയസ്സായാലും അതിനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് എപ്പോഴഴലുന്നുവോ അപ്പോൾ സമീപിക്കുന്നതിന് തെറ്റില്ല. അത് പാപമായിട്ട് കർത്താവ് പറയുന്നുമില്ല. അഴലിൽ ഇല്ലാത്തിടത്തോളം കാലം അതിന്റെ പുറകെ ആരും നടക്കുന്നതുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. വിവാഹം കഴിക്കാൻ പാടില്ല, അതിന്റെ ആവശ്യമില്ല എന്നൊരു സമീപനം പൗലോസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. കൊരിന്ത് സഭയിൽ വളരെ മോശമായ ഒരു അധാർമിക നിലവാരം കണ്ടപ്പോൾ അതിനെ പൗലോസ് വളരെ സോഫ്റ്റായി, വളരെ നൈർമല്യത്തോട് ആ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ആ അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ തന്നെ വളരെ നിശിതമായി പൗലോസ് വിമർശിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പൗലോസ് വളരെ വിലപിക്കുന്നുണ്ട്. സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പൗലോസ് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആരും വിവാഹം കഴിക്കാതിരിക്കാൻ പൗലോസ് സംസാരിക്കുന്നേയില്ല. എഫേസ്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഭാര്യ-ഭർതൃ ബന്ധത്തെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കുകയാണ്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ ഭാര്യ-ഭർതൃ ബന്ധമാക്കി വളരെ ഭംഗിയായി വ്യാഖ്യാനിക്കുകയാണ്. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ കുടുംബജീവിതത്തെ വളരെ ഭംഗിയാക്കി വ്യാഖ്യാനിക്കുകയാണ്. ഇവിടെല്ലാം കൃത്യമായി വ്യാഖ്യാനിക്കുന്ന പൗലോസ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ വന്നിട്ട് വിവാഹം എല്ലാവർക്കും മാന്യമെന്ന് പറഞ്ഞിട്ട് കൊരിന്ത് ലേഖനത്തിൽ വരുമ്പോൾ വിവാഹം വേണ്ടാന്ന് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടുത്തെ പ്രത്യേക സന്ദർഭത്തോടുള്ള ബന്ധത്തിലാണ് പൗലോസ് പറഞ്ഞത്. അതിനെ മുഖവിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് സുവിശേഷകന്മാർ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് പാവങ്ങളെ കല്യാണം കഴിപ്പിക്കാതെ നീളം മുണ്ടുമുടുപ്പിച്ച് ജുബായും ഇടിയിപ്പിച്ച് കൊണ്ട് നടന്ന് പരുവക്കേടിൽ വീഴ്ത്തരുതേ എന്നാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ഈ കണ്ടുവരുന്ന ഏടാകൂടങ്ങൾക്ക് തിരുവെഴുത്തുമായിട്ടോ കർത്താവുമായ യേശുക്രിസ്തുവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾ പറയും, ക്ഷണ്ണന്മാരായി ജനിച്ചവരുണ്ട്, തങ്ങളെ തന്നെ ക്ഷണ്ണന്മാരാക്കിയവരുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കൂ, നരേന്ദ്രമോദിയോട് ആരും വിവാഹം കഴിക്കാൻ പറയത്തില്ല. കാരണം മൂപ്പർ ഒരെണ്ണം കഴിച്ചു നോക്കിയിട്ട് അത് കളഞ്ഞേച്ച് മൂപ്പര് നടക്കുകയാണ്. മൂപ്പർക്കൊരു ഉദ്ദേശമുണ്ട്. ഇന്ത്യയെ 2025 ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കണം. അതിനുവേണ്ടി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് വിവാഹം പോലും വേണ്ടാന്ന് വെച്ച് ജീവിച്ചു വന്നൊരു മനുഷ്യനാണ് അയാൾ. ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തുടരുകയാണിപ്പോൾ. അയാൾ ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കുമെന്നാണ് എന്റെ വിചാരം. അപ്പോൾ അയാളടുത്ത് വിവാഹം എന്ന് പറഞ്ഞാൽ അയാൾ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അയാൾക്ക് അഴലലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അബ്ദുൽ കലാം, അയാൾക്കൊരു ദർശനമുണ്ടായിരുന്നു. 2025 ഇന്ത്യയെ ശാസ്ത്ര മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിൽ കൊണ്ടെത്തിക്കണം. ആ സ്വപ്നം കണ്ട് നടന്ന മനുഷ്യൻ മുടിമുറിക്കാൻ മറന്നുപോയി, കല്യാണം കഴിക്കാൻ മറന്നുപോയി. അയാൾക്ക് അതിനോട് ബന്ധപ്പെട്ട് അഴലലൊന്നുമില്ല. അതുപോലെ അഴലലില്ലാത്തവരുണ്ടെങ്കിൽ അങ്ങനെ വന്ന് സുവിശേഷ വേല ചെയ്യുന്ന തെറ്റില്ല. നിങ്ങൾ അറിയണം, TPM-ൽ തന്നെ സുവിശേഷകരല്ലാത്ത എത്രയോ പേർ കല്യാണം കഴിക്കാത്തവരുണ്ട്. മറ്റിതര സഭകളിൽ വിവാഹം കഴിക്കാത്ത എത്രയോ പേരുണ്ട്. അപ്പൊ വിവാഹം വേണ്ടെങ്കിൽ കഴിക്കാതിരിക്കുന്നത് പാപമൊന്നുമല്ല. പക്ഷെ ശുശ്രൂഷകനായിരിക്കാൻ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന ഉപദേശം 100% പൈശാചികമാണ്. അതിൽ യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയില്ല. ഒരാൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, അയാളെ നിങ്ങൾ താല്പര്യമില്ല സൂക്ഷിച്ചോളൂ. അയാൾ 18 വയസ്സിൽ പറയാണ് എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. 20-ാം വയസ്സിലും പറയാണ് എനിക്ക് താല്പര്യമില്ല. 25-ൽ പറയാണ് എനിക്ക് താല്പര്യമില്ല. 40-ാം വയസ്സിൽ പറയുന്നു എനിക്ക് താല്പര്യം വരുന്നു. അപ്പ കെട്ടിക്കോണം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അയ്യോ പാടില്ല, കൃപയിൽ നിന്ന് വീണുപോയി. ഒരു കൃപയിൽ നിന്നും വീണില്ല. അയാൾക്ക് ഇച്ചിരി വയസ്സ് താമസിച്ചപ്പോഴാണ് അഴലൽ ആരംഭിച്ചത്. അയാൾ കല്യാണം കഴിക്കട്ടെ. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് വലിയ കാര്യമുണ്ട്. ചില പറഞ്ഞേ വിവാഹം എന്ന് പറയുന്നത് ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. TPM-ൽ നിന്നും റോമൻ കാത്തലിക്കിൽ നിന്നൊക്കെ വിട്ടുപോയ ആൾക്കാര് കളിയാക്കി നേരിട്ടുണ്ട്. പെണ്ണെട്ടാനാണ് പോയത്. ഇതൊക്കെ തെറ്റായ ചിന്തകളാണ്. കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത ഞാൻ കണ്ടു. ഒരു സ്ത്രീ കൊടുത്തിരിക്കുന്ന പരസ്യമാണ്.
ലൈംഗികതയ്ക്ക് താല്പര്യമില്ലാത്ത പുരുഷന്മാരിൽ നിന്ന് വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു. അതിന് ആൾക്കാർ ട്രോളായിട്ടിട്ടിരിക്കുന്ന കണ്ടു. വാസ്തവത്തിൽ ആ സഹോദരിക്കൊരു തുണയെ ആവശ്യമുണ്ട്. പക്ഷെ ലൈംഗികതയോട് അവർക്ക് പേടിയോ അതോ അതിൽ താല്പര്യമില്ലാഴുകയോ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ അവരുടെ ആവശ്യമായിട്ടിരിക്കുകയാണ് ലൈംഗികത താല്പര്യമില്ലാത്ത പുരുഷന്മാരിൽ നിന്ന്. അങ്ങനെ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഉണ്ടായേക്കാം. പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, അവരെ കുറിച്ച് കേട്ടിട്ടുള്ളത് വിവാഹം കഴിച്ചപ്പോൾ അവർ പറഞ്ഞു പോലും നമുക്ക് മക്കള് വേണ്ട. അപ്പൊ അവർക്ക് ലൈംഗിക ബന്ധമൊക്കെ അവർ ഉണ്ടായിരുന്നിരിക്കാം, മക്കള് വേണ്ട. കോടിയേരിക്ക് മക്കൾ ഉണ്ടായതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ട് കോടിയേരി അനുഭവിച്ചിട്ടാ പോയേ. പിണറായിക്ക് അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായി. പിണറായി പക്ഷെ അതൊക്കെ ജയിച്ച് മുമ്പിലേക്ക് പോയി. അപ്പോൾ ഇവിടെ വൃന്ദ കാരാട്ടും പ്രകാശ് കാരാട്ടും തീരുമാനമെടുത്തിരുന്നു പോലും നമുക്ക് പിള്ളേര് വേണ്ട. അപ്പൊ സമൂഹ പ്രവർത്തനത്തിൽ നമ്മൾ തിരക്കിലായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ടാകാം അവര് ഭാര്യ-ഭർത്തൃ ബന്ധം വേണം, പക്ഷെ കുഞ്ഞുങ്ങൾ വേണ്ട എന്നൊരു തീരുമാനം അവരെടുത്തിരിക്കുന്നു. അതുപോലെയാണ് ഞാൻ പറഞ്ഞത്, ഒരു പരസ്യം വന്നത് ലൈംഗിക ബന്ധത്തിന് താല്പര്യമില്ലാത്ത പുരുഷന്മാരിൽ നിന്ന് വിവാഹാലോചന ക്ഷണിക്കുന്നു. പൊതുജനം പലവിധമാണ്. അപ്പോൾ അത്തരത്തിൽ വിവാഹത്തിന് താല്പര്യമില്ലാത്തവർ കഴിക്കാതിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ശുശ്രൂഷകനാണോ കഴിക്കാൻ പാടില്ല, അതെന്തടപാടാണ്? അതാണ് രാമൻകുട്ടി ഉപദേശം. ആ ഉപദേശത്തിന് ബൈബിളുമായി യാതൊരു ബന്ധവുമില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞിരിക്കണം. മാന്യ സുഹൃത്തുക്കളെ, ഏത് സഭയുടേതായാലും ഉപദേശങ്ങൾ ഇമാതിരി വെച്ച് നമ്മൾ നന്നായി വചനപ്രകാരം പരിശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം. മോശമായത് തള്ളിക്കളയുവാൻ, അധമമായതിനെ ഉപേക്ഷിക്കാൻ നമുക്ക് ഏത് കാലത്തും ധൈര്യം ഉണ്ടാവണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയങ്ങളോട് ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് തയ്യാറാണ്, പഠനങ്ങൾക്ക് തയ്യാറാണ്, വാഗ്വാദങ്ങൾക്ക് തയ്യാറാണ്. എല്ലാം വചനപ്രകാരം മാത്രം, അല്ലാതെ വളവള വർത്തമാനം പറയാനൊന്നും നേരമില്ല. വചനപ്രകാരമാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ സംസാരിച്ച് പൊതുജനത്തിന് അത് ഉപകാരപ്രദമാകുമെങ്കിൽ നമുക്കത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാം. ജനം എല്ലാവരും കാര്യങ്ങൾ തിരിച്ചറിയട്ടെ, ഗുണപ്പെടട്ടെ, നിത്യതയ്ക്കൊരുങ്ങാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.